നവധാന്യങ്ങളാണ് ഇതിനകത്ത് ചേർത്തുള്ളത്. നമ്മളിതൊരു സ്മൂത്തിയാണ്. ശരീരത്തിന് ആവശ്യമായ കംപ്ലീറ്റ് ന്യൂട്രിയൻസ് കിട്ടുകയും ചെയ്യും, വെയിറ്റ് കൂടുകയില്ല. നമസ്കാരം. ഇന്നൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അതായത് നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി പട്ടിണി കിടക്കുന്നൊരു കാലമാണിത്. എന്നാൽ പട്ടിണിയല്ല വേണ്ടത്. നമ്മൾ ഫുഡിൻ്റെ അളവ് കുറച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മൾ വണ്ണം കുറയ്ക്കാൻ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യമില്ലാണ്ടാകത്തില്ല, എന്നാൽ നമുക്ക് വണ്ണം കുറയുകയും ചെയ്യും, നമ്മൾ നല്ല സുന്ദരന്മാരാകുകയും ചെയ്യും. അങ്ങനെ സുന്ദരന്മാരാക്കുന്ന ഒരാളുണ്ട് നമുക്ക്, നമ്മുടെ അപ്പുച്ചേട്ടൻ്റെ. ആ നിൽക്കുന്ന അപ്പുച്ചേട്ടനാണിത്. അപ്പുച്ചേട്ടൻ എങ്ങനെയാണോ ഈ വണ്ണം കുറയ്ക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് നോക്കിയേ. ഇത് കണ്ട, ഇതെല്ലാം മുളപ്പിച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ, ഇതെല്ലാം. അതുപോലെ ഇത് നോക്കിയേ, ഈ ഫുള്ള് സംഭവങ്ങളും ഈ പറയുന്ന സംഭവത്തിന് വേണ്ടിയിട്ടുള്ള, നമ്മൾ കാണിക്കാൻ വന്ന പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള. അപ്പുച്ചേട്ടാ, നമ്മൾ എന്താണ് ചെയ്യാൻ പോണത്? നമ്മളിതൊരു സ്മൂത്തിയാണ്. സ്മൂത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ആവശ്യമായ കംപ്ലീറ്റ് ന്യൂട്രിയൻസ് കിട്ടുകയും ചെയ്യും, വെയിറ്റ് കൂടുകയില്ല. അതാണ് അഡ്വാൻറ്റേജ്. സാധാരണ വെയിറ്റ് ലോസിന് പോയി കഴിഞ്ഞാൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരും, മറ്റ് രോഗങ്ങളുണ്ടാവും. ഇവിടെ സേഫ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പറയുന്നത് അപ്പുച്ചേട്ടനെ കുറിച്ച് അറിയാവുന്ന ഈ ഫേസ് എനിക്ക് വന്ന് കേരളത്തിലെ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരാളാണ്, യോഗാചാര്യനാണ്. ഇതാണ്, ഇത് നോക്കി അറിയാം, എല്ലാം നോക്കിയേ. ഇതെല്ലാം മുളപ്പിച്ചല്ല അപ്പുച്ചേട്ടാ? അതെല്ലാം മുളപ്പിച്ചു. ഇത് ചെറുപയറല്ലേ? ഇത് എന്തൊക്കെയാണ് സംഭവം? അത് ചെറുപയർ, മുതിര, ഇത് മുതിര, ഇത് റാഗി, ഉലുവ, അതും ചെറുപയർ. ഇതും ഉലുവ. നോക്കി, എല്ലാ സാധനങ്ങളും നോക്കിയാൽ മുളപ്പിച്ചാണ്. ഇത്രയും സംഭവങ്ങളോടൊപ്പം തന്നെ ഇവിടെ കുറെ സംഭവം ഇരിപ്പുണ്ട്. ഇത് എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് നട്ട്സ് ഉണ്ട്, സീഡ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഈ എല്ലാ ഫ്രൂട്ട്സും വേണോ നമുക്ക് എല്ലാ ദിവസവും? നമുക്ക് ഏത് ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. ഒരെണ്ണം മതി. ഇവന്റെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കണത്. ഓക്കെ. പേരയ്ക്ക, പഴമുണ്ട്, ചിക്കു നമ്മളിത് പറിച്ചെടുത്തതാണ്. ചിക്കുണ്ട്. ആപ്പിൾ ഞാൻ മേടിച്ചതാണ്. ഇതൊരു ആപ്പിള് ഷുഗറുള്ളവരും കഴിക്കാവുന്ന ഫുഡാണ്. അതുപോലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇതെല്ലാം ഓരോന്നാണ്. ഇതിന് കുറെ സാധനങ്ങളുടെ മിക്സ് ആണല്ലോ. 13 സാധനങ്ങളാണ്. 13 നവധാന്യങ്ങൾ. ന്യൂട്രീഷൻ ഡിഫിഷ്യൻസി ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞില്ലേ, നവധാന്യങ്ങളാണ് ഇതിനകത്ത് ചേർത്തുള്ളത്. മൊത്തം 30 ഐറ്റംസ് നമ്മുടെ ഇതിനകത്ത് വരും. 30 ഐറ്റംസ് ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു സ്മൂത്തിയാണ്. 100% വിശ്വസിച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്ന അടിപൊളി ഫുഡാണ്. അതിന്റെ ഒരു സ്മൂത്തിയാണ്. അത് ഉണ്ടാക്കാൻ നമ്മൾ കാണിച്ചു തരാം. യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ല, അതിനകത്ത് യാതൊരു കെമിക്കൽസും ഇല്ല. ആർക്കും ഉപയോഗിക്കാൻ സാധനം. കൊച്ചു കുട്ടികൾക്ക് ഉപയോഗിക്കാം, ഗർഭിണികൾക്ക് ഉപയോഗിക്കാം, ആർക്കും ഉപയോഗിക്കാൻ സാധനം. അടിപൊളി സംഭവമാണ്. ടേസ്റ്റി ആണ് കേട്ടോ. അതായത് നമ്മൾ പറയാം, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ഇത്. നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. ആദ്യത്തെ കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ടിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ കാഷ്യൂ ഇട്ടു. രണ്ടാമത് കറുവപ്പട്ടയാണ്. രണ്ടാമത് കറുവപ്പട്ടയാണ്. കൊളസ്ട്രോൾ തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ആവശ്യമാണ്. ഫാറ്റി ലിവർ കുറയ്ക്കുന്ന സാധനമാണ് കറുവപ്പട്ട. അത് നമ്മൾ നിലക്കടലാണ്, ഗ്രൗണ്ട് നട്ട്. അതുപോലെ അത് മത്തക്കുരുവാണ്. മത്തക്കുരു, സാധാരണ മത്തയുടെ കറി വെക്കുന്ന മത്തയുടെ കുരുവാണ്. ഓക്കെ. അത് ഫ്ലാക്സീഡ് ആണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഏറ്റവും കൂടുതലുള്ള ഫ്ലാക്സീഡിലാണ്. ഓക്കെ. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലാക്സീഡ്. ഇത് എള്ളാണ്. എള്ള് അല്ലേ? ഏറ്റവും കൂടുതൽ ഫോസ്ഫറസും മഗ്നീഷ്യവും കിട്ടുന്ന സാധനമാണ് എള്ള് ഇട്ടു. ഇത് വാൽനട്ടാണ്. വാൽനട്ട് നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ഏറ്റവും ശരിയാക്കുന്നതാണ്. ഉറക്കക്കുറവ് കുട്ടികൾക്കൊക്കെ കഴിച്ചാൽ വളരെ നല്ലതാണ് വാൽനട്ട്സ്. ഇത് പൊട്ടുകടലയാണ്. പൊട്ടുകടല. ഇന്ന് ഇല്ലാത്തൊരു സാധനം ഇല്ല കേട്ടാ. ഇത് കസ്കസ് ആണ്. കസ്കസ്. ഓക്കെ. കസ്കസും ചേർക്കും അല്ലേ? ഒമേഗ 3 ഫാറ്റി ആസിഡ്. അതുപോലെ പ്രോബയോട്ടിക്, നമ്മുടെ ആമാശയത്തിലെ ബാക്ടീരിയയെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനം. നല്ലതാണ്. ഇത് നമ്മുടെ സൂര്യകാന്തി വിത്താണത്. സൂര്യകാന്തി വിത്ത് അല്ലേ? ഓക്കെ. നമ്മുടെ ബദാമാണ്. ബദാം. പിസ്തയാണ്. പിസ്ത 1-2 നമുക്ക് പൊട്ടിച്ചിടാം. ഓക്കെ. ഇത് തണ്ണിമത്തന്റെ കുരുവാണ്. മഗ്നീഷ്യം ഏറ്റവും കൂടുതലാണ്. സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഏറ്റവും പറ്റിയ തണ്ണിമത്തൻ കുരു അല്ലേ? ഓക്കെ. തണ്ണിമത്തൻ കുരു. അതുപോലെ ഇനി നമുക്ക് ഇത് ഏലക്ക ഇടുന്നുണ്ട് അല്ലേ? ഏലക്ക ഇട്ടു. ഇവിടെ വേറെ പൊടി ഇരിപ്പുണ്ട്. സംഭവം എന്താണ്? അത് ചുക്കാണ്. ചുക്ക് അതും വേണം. അതിൻ്റെ അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനാണ്. കഫക്കെട്ടും നീർക്കെട്ടും കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ചുക്ക് ഉപയോഗിക്കുന്നത്. ചുക്ക് നമ്മൾ സ്ഥിരമായിട്ട് ചുക്ക് ഉപയോഗിക്കും. ചുക്കില്ലാത്ത കഷായമില്ല. ഇനിയാണ് നമ്മുടെ 13 തരം. ഇത് 13 സാധനം. ചാമ, തിന, റാഗി, വരക്, യവൻ തുടങ്ങിയിട്ടുള്ള 13 നവധാന്യങ്ങളും അതുപോലെ 3 നട്ട്സും മുളപ്പിച്ചുണക്കിയതാ. ഇത് കഴിച്ചാൽ നോക്കിയേ, ഈ സാധനം കഴിച്ചാൽ പിന്നെ എങ്ങനെയാ വിശക്കുന്നത്? അത് മാത്രമല്ല, നമ്മുടെ ക്ഷീണമൊക്കെ മാറി നല്ല ഹെൽത്തി ആവും അല്ലേ? അതാണ് എൻ്റെ ഏറ്റവും വലിയ സംഭവം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്യണത്. ഇനി ഇതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ് ആഡ് ചെയ്യും അല്ലേ? ഓക്കെ. ഈ കിടക്കുന്ന 27 സംഭവങ്ങൾ പൊടിച്ച സാധനമാണ് ഈ പറയുന്ന നേച്ചർ സ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുച്ചൻ ഇറക്കുന്ന ഈ പ്രൊഡക്റ്റ്. ഇത് ഇങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഈ പൊടി
എങ്ങനെയാണ് സ്മൂത്തി ആക്കേണ്ടതെന്നും കൂടി അപ്പച്ചൻ കാണിച്ചു തരും. യെസ്, അത് നമുക്ക് കാണാം. പിന്നെ നമുക്ക് വീട്ടിൽ ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ ഒന്ന് കോക്കനട്ടാണ്. ഒരു 3 സ്പൂൺ കോക്കനട്ട് നമ്മൾ ഇടും. 3 സ്പൂൺ ഇടും അല്ലേ? കോക്കനട്ട്. ഓക്കെ. ഇതെന്തിനാ കോക്കനട്ട് യൂസ് ചെയ്യുന്ന കാരണം എന്താണ്? കോക്കനട്ട് ഒരു മൾട്ടി വിറ്റാമിൻസാണ്. കേരളത്തിലെ സംബന്ധിച്ച് ഏറ്റവും നല്ല നെട്ടെന്ന് പറയുന്നത് കോക്കനട്ടാണ്. അതിന് നല്ല റിച്ച് ഫൈബറാണ്. അതുപോലെ കോക്കനട്ട് പച്ചയ്ക്കാണ് നമ്മൾ കഴിക്കുന്നത്. പച്ചയ്ക്ക് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടില്ല. ചൂടാക്കിയാലാണ് കൊളസ്ട്രോൾ കൂടും. ഇത് റോബസ്റ്റ പഴം ഏറ്റവും വെയിറ്റ് ലോസിന് പറ്റിയ ഫുഡാണ്. വയറ് ഫില്ലായിക്കോളും. അതുപോലെ ഷുഗർ ഉള്ളവർക്കും പറ്റിയ ഫുഡാണിത്. ഓക്കെ. നമ്മൾ അതൊരു നല്ല സംഭവമാണ്. ഈ ഒരു പഴം ഇട്ടാൽ മതി. ഒരു പഴം ഇട്ട് നമുക്ക് ആവശ്യത്തിന് ഇടാം. അതുപോലെ ചെറുപഴം ഇത് നമ്മുടെ ഇവിടെ തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കണ്ണമ്പഴം എന്ന് പറയും. നല്ല ടേസ്റ്റ് ഉള്ള പഴം. ഏത് പഴം നമുക്ക് ചേർക്കാം. ഏത് പഴം, ലോകത്തുള്ള ഏത് പഴവും ചേർക്കാം. ഇത് പേരയ്ക്ക നമുക്ക് ഏറ്റവും ഷുഗർ കുറഞ്ഞ ഫുഡാണ്. അത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം സാധനം. ഇത് ചിക്കുവാണ്. ചിക്കു നമുക്ക് ഒരു കഷ്ണം ഇട്ടേക്കാം. അതിൽ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഒരെണ്ണം കൊണ്ടായാലും പറിച്ചെടുത്ത് എല്ലാം ഇവിടെ നിന്ന് ഉണ്ടാക്കി എടുക്കണതാണ്. നമുക്കിപ്പോൾ പഴം മാത്രമേ പഴം മാത്രം മതി. പേരയ്ക്ക മാത്രമേ പേരയ്ക്ക മാത്രം ഇട്ടുണ്ടാക്കാം. ഒരു കുഞ്ഞു കഷ്ണം ആപ്പിളും കൂടി നമ്മൾ ആഡ് ചെയ്തു. പപ്പായ ഉണ്ട്. അതെ, പപ്പായ ഉണ്ട്. പപ്പായ ഏറ്റവും ഷുഗർ കുറഞ്ഞാണ്. ഗ്ലൈസിമിൻസ് കുറഞ്ഞ ഫുഡാണിത്. ഓക്കെ, നമ്മൾ പപ്പായ ഇട്ടു. ഇത്ര ഇട്ടാൽ നമ്മുടെ സംഭവമായി. ഇനി നമ്മൾ ഉപയോഗിക്കാനുള്ളത് ഗീ മാത്രമാണ്. അത് എപ്പോഴാണ് ഇടുന്നത്? ഇതിന്റെ കൂടെ തന്നെ ഇടുക? ഇതിന്റെ കൂടെ തന്നെ ഇടും. ഇതിന്റെ കൂടെ തന്നെ അടിക്കുന്നത്. ഹണി ഉപയോഗിക്കാം. ഇത് നമ്മുടെ ഫോറസ്റ്റ് ഹണിയാണ്. വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹണിയാണ്. കിട്ടിയാൽ നല്ല ഹണി മാത്രം ഉപയോഗിക്കാം, അല്ല ഉപയോഗിക്കരുത്. ഷുഗർ ഉള്ളവർക്കും കഴിക്കാം. ഫോറസ്റ്റ് ഹണിയോ സ്മോൾ ഹണിയോ കഴിക്കാം. ഇതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇത് സ്വല്പം ഗീയും ചേർക്കണം. ഗീ നമ്മൾ ഇഷ്ടം പോലെ ചേർക്കണം. ഞാൻ ഗീ ഇഷ്ടം പോലെ കഴിഞ്ഞ ആളാണ്. ഗീ നല്ലതാണല്ലേ? ഗീ നല്ലതാണ്. ഇത് പശുവിന്റെ കറന്നെടുത്ത പാല് കറന്നിട്ട് നെയ്യാണ്. ഏറ്റവും ഗീ ആണത്. ഓക്കെ, യെസ്, നമ്മൾ ആ നെയ്യും കൂടി ഇട്ടു. ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് വരുന്നത്. ഇനി ഇത് അടിച്ചു വരുന്നതാണ് നമ്മുടെ സ്മൂത്തി അല്ലേ? അതെ, യെസ്. ലേശം വെള്ളം അല്ലേ? അതെ, ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കാം. ഓക്കെ. എന്നിട്ട് വാങ്ങിയെടുത്തിട്ട് വേണം കൂടുതൽ വെള്ളം ചേർക്കാം. ഓക്കെ. അതെ, നമ്മുടെ സംഭവം സ്മൂത്തിയായി. ഇതാണ് നോക്കിയേ, ഇതാണ് നമ്മുടെ സ്മൂത്തി. അതായത് 30 ഐറ്റംസ് അടങ്ങിയ സ്മൂത്തിയാണ് ഇത്. രാവിലെ ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ പിന്നെ നമുക്ക് ആ ഉച്ച വരെ നമുക്ക് ഒരു ക്ഷീണം ഉണ്ടാകത്തില്ല. നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യുകയും ചെയ്യും. എനർജി ലെവൽ ഒട്ടും കുറയത്തുമില്ല. ഒരു പ്രോട്ടീൻ റിച്ച് അല്ലേ? റിച്ച് പ്രോട്ടീനാണ്. കംപ്ലീറ്റ് ഫുഡാണ്. അതാ, ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രീൻസും ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു ഹൈ റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്മൂത്തിയാണ്. രാവിലെ കഴിക്കാൻ പറ്റിയ, നാം മടുക്കാത്ത, സ്ഥിരം കഴിക്കാവുന്ന സാധനം. ഈ സാധനം വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ സാധനം വേണമെങ്കിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഈ താഴെക്കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ അല്ലേ, എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കും സാധനം. ഓൾ ഇന്ത്യയിൽ അയച്ചു തരും. നമുക്ക് ഇതിന് വരുന്ന ആക്ച്വലി ഇത് 1/2 കിലോയുടെ ബോട്ടിലാണ്. ഇതിന് വരുന്ന 990 രൂപയാണ് ഇതിന് വരുന്നത്. 1/2 കിലോ നമുക്ക് എത്ര ദിവസം ഉപയോഗിക്കേണ്ടത്? ഇത് നമുക്കിതൊരു ഫുൾ മീലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 15 ദിവസത്തേക്ക്. ഫുൾ മീലായിട്ട് ഉപയോഗിക്കുക 15 ദിവസത്തേക്ക്. അല്ലെങ്കിൽ ഇടയ്ക്ക് ലിഷർ ടൈമിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 30 ദിവസത്തേക്ക്. അതായത് 1.5 ആണെങ്കിൽ 30 ദിവസം കിട്ടും. വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു നേരം ഇത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. വേറെ ഫുഡ് വേണ്ട. അങ്ങനെ ഒരു നേരം മാത്രമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 2 ബോട്ടിൽ ഒരു മാസം വേണം. 2 ബോട്ടിൽ ഒരു മാസം. 2 ബോട്ടിലുണ്ടെങ്കിൽ ഒരു മാസം ഉണ്ടെങ്കിൽ 30 ഗ്രാം വച്ചിട്ട് പൗഡർ ഇടണം. 30 ഗ്രാം, അതായത് 2-3 സ്പൂൺ അല്ലേ? മാക്സിമം 3 സ്പൂൺ. 3 സ്പൂൺ ഇട്ടാൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് സംഭവം കിട്ടും. ഇത് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനാണ് എങ്കിൽ അതിൽ നമുക്ക് എപ്പോഴും നമുക്ക് എനർജറ്റിക്കായി, അതായത് യൂത്തായിട്ട് നിൽക്കാനാണെങ്കിൽ ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. വേണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.